ഇപ്പോൾ ഒരു 3 ദിവസമായിട്ടുണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ചെറിയൊരു തിരക്കിൽ പെട്ടതുകൊണ്ടാണ് ഇത്രയും ദിവസം ഡിലേ വന്നത്. ഡിലേ വന്നാലും ഇന്നൊരു അടിപൊളി ഐറ്റം കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ഐറ്റം പരീക്ഷിച്ച് നോക്കാൻ പോണത്. പരീക്ഷിച്ച് നോക്കാൻ പോണത് ഫസ്റ്റ് ടൈം ആണെങ്കിലും ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. വേറെ ഒന്നുമല്ല, താമരയാണ്. എനിക്ക് ഫ്ലവേഴ്സിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്ലവറാണ് താമര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒത്തിരി നാളായിട്ട് ഞാൻ കളക്ട് ചെയ്യണമെന്നും പ്ലാന്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരു സംഭവം കൂടെയാണ്. വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ എനിക്ക് ഈ താമരയുടെ ഒരു ട്യൂബർ കിട്ടിയിരുന്നെങ്കിൽ നട്ടുകൊടുക്കായിരുന്നു എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി താമര റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ ഇത് നട്ടു കൊടുക്കുന്നതും ഇതിൻ്റെ ട്യൂബർ സെയിൽ ചെയ്യണതായിട്ടുള്ള വീഡിയോസും അവരുടെ പേജസൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഓൺലൈനിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കാൻ വലിയ ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഡിലേ ആയി പോയതാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ മദർ ഇൻ ലോയും ഹസ്ബൻഡും അവിടുന്ന് ഫാമിലി കുറച്ച് പേര് വന്നപ്പോൾ അവിടുന്ന് അമ്മ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. ഞാൻ ഒത്തിരി നാളായിട്ട് ഈ കാര്യം പറയുന്നത് കൊണ്ട് തന്നെ ആളുടെ മൈൻഡിലുണ്ടായിട്ട് ആൾക്ക് കിട്ടിയ സമയത്ത് എനിക്ക് അതിനകത്തുനിന്ന് 2 ട്യൂബർ ഒപ്പിച്ച് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. ഇവിടെ പറയുന്നത് പോലെ തന്നെ അവിടെയും ഞാനിങ്ങനെ ഈ താമരയുടെ കാര്യങ്ങളും താമരയുടെ ട്യൂബർ ഇട്ടിയാൽ നട്ടു കൊടുക്കായിരുന്നു എന്നൊക്കെ പറയുന്നത് അമ്മയുടെ മൈൻഡിലുള്ളത് കൊണ്ടാണ്. ഈ സംഭവം കണ്ടപ്പോൾ തന്നെ അമ്മ വളരെ കഷ്ടപ്പെട്ട് ഈ ഒരു വെള്ളമൊന്നും ഇല്ലാത്ത സമയത്ത് കുത്തി മാന്തി എടുത്ത് എനിക്ക് 2 അടിപൊളി ട്യൂബറാണ് ഒപ്പിച്ച് കൊണ്ടുവന്ന് തന്നേക്കുന്നത്. അപ്പോൾ അത് ഞാൻ നല്ല കെയർഫുൾ ആയിട്ടാണ് നട്ടു കൊടുത്തേക്കണത്. ഫസ്റ്റ് ടൈമാണ് നടുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി വീഡിയോ റെഫറൻസൊക്കെ കണ്ട് ഓർഗാനിക് ഫെർട്ടിലൈസറും ചാണകപ്പൊടിയും മണ്ണും മണലും അതുപോലെ തന്നെ ഈ പാടത്തുനിന്ന് കിട്ടുന്ന കുറച്ച് കട്ടിയുള്ള മണ്ണും എല്ലാം കൂടെ തരിച്ച് കട്ടയും കല്ലും എല്ലാം കളഞ്ഞ് നല്ല സെറ്റാക്കിയിട്ടാണ് ഞാനിത് പ്ലാൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഒത്തിരി വീഡിയോ റെഫറൻസ് കണ്ടിട്ടാണ് എങ്ങനെയെങ്കിലും ഒരു ട്യൂബറെങ്കിലും ഒന്ന് പിടിപ്പിച്ചെടുക്കണം എന്നെനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് പ്ലാൻ ചെയ്തതിന് ശേഷമുള്ള 3-ാമത്തെ ദിവസത്തെ അപ്ഡേറ്റ് ആണ്. വെള്ളമൊക്കെ നല്ല രീതിക്ക് തെളിഞ്ഞ് ചെറിയ രീതിക്ക് ഇലയൊക്കെ ഒന്ന് വിടർന്ന് വന്നിട്ടുണ്ട്. ഇതതിൻ്റെ പിറ്റേ ദിവസമാണ്. ആ കൂമ്പിൽ നിന്ന് ഇലയൊക്കെ ഒന്ന് നല്ല രീതിക്ക് വിടർന്നിട്ടുണ്ട്. ബാക്കി ലീവ്സൊക്കെ ഇത് വിരിയാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പിടിച്ച് കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. ഇതിപ്പോൾ ലാസ്റ്റ് ഡേയിലെ അപ്ഡേഷനാണ്. ഇലകൾ മുകളിലേക്ക് പൊങ്ങി വരുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ വെള്ളം റീഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്.